ഇനിയും നിങ്ങൾ മൗനം പാലിച്ചാൽ നാളെ മുസ്ലിം പള്ളികളിൽ, ഉമ്മത്തിന്റെ പള്ളിക്കുള്ളിൽ ബിംബങ്ങൾ കയറ്റിക്കൊണ്ടുവരാൻ ഇവർ മടിക്കില്ല. കേട്ടില്ല നിങ്ങൾ സഹോദരങ്ങളെ? ഇതിൻ്റെ അപ്പുറം ഇനി എന്താണ് ഉമ്മത്തിന് സംഭവിക്കാനുള്ളത്? ഇനി ഒന്നും കൂടെ ബാക്കിയുള്ളൂ, ഒരൊറ്റ കാര്യം. ഇനി പള്ളിയുടെ ആ മെഹ്റാബിൻ്റെ അടുത്ത് CM അടവൂരിൻ്റെ ഒരു ഫോട്ടോ വെക്കുക, അല്ലെങ്കിൽ ഒരു ബിംബം കൊണ്ടുവരിക. ഇതിൻ്റെ അപ്പുറത്തിന് വേറൊന്നും സംഭവിക്കാനില്ല. വിശ്വാസ രംഗത്ത് ഇനി എന്ത് ദുരന്തമാണ് ഈ വിഭാഗം ആളുകൾക്ക് ഇനി വരാനുള്ളത്? ഇത് ഒറ്റയടിക്ക് സംഭവിച്ചൊന്നല്ല കേട്ടോ. നമ്മളെനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവർ വന്നിട്ട് ഇത് പറഞ്ഞതാണ്, ഒരിക്കലും അല്ല. ഒരുപാട് നാളുകളായി നമ്മുടെ കുറച്ച് ആളുകൾ ഈ ഒരു വിഷയം ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വഹാബികളായും പുത്തംവാദികളായൊക്കെ ചിത്രീകരിച്ച് അവർ പറയുന്നത് കേൾക്കാൻ പാടില്ല, അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യം ഈ വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാലും ഔലിയാക്കൾ കാണുകയും കേൾക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ കൽബകത്തുള്ള എന്ത് സങ്കടങ്ങളും കുപ്പിയകത്തുള്ള വസ്തുക്കൾ കാണുന്ന പോലെ അവർ കാണും. ഈ ഹോട്ടലൊക്കെ കടികൾ വെക്കുന്ന കണ്ണാടി കൂടില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഉണ്ടംപൊരിയും പഴംപൊരിയും കാണുന്നത് പോലെ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ കാണാൻ ഇവർക്ക് കഴിയുന്നതാണ് കുറച്ച് നാൾ മുമ്പേ ഇവർ പറഞ്ഞത്. ലോകത്ത് എവിടെ നിന്ന്, കാട്ടുന്നോ കടലുന്നോ കരയുന്നോ മരുഭൂമിന്നോ എവിടെ നിന്ന് വിളിച്ചാലും ഒരു ഉത്തരം ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊക്കെ വിട്ടിട്ട് പിന്നെ എന്ത് പറഞ്ഞു? മുദബ്ബിറുൽ ആലം ഇവരാണ്, അതായത് ലോകം നിയന്ത്രിക്കുന്നത്. മക്കാമുശീഖുകൾ പോലും പറഞ്ഞിട്ടില്ല യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരോട് ചോദിച്ചാൽ ഫസയഖൂലുന അല്ലാഹ്, അത് അള്ളാഹു ആണെന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഈ വിഭാഗം ആളുകൾ പറയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM അടവൂരാണ്. അവിടെയും ചില ആളുകൾ അതിനെ ന്യായീകരിച്ചു, പല ഞൊട്ട് ന്യായങ്ങളും പറഞ്ഞു, പല കുതന്ത്രവാദങ്ങളും പറഞ്ഞു. ഇപ്പൊ അവസാനം ഇവർ പറഞ്ഞെന്താണ്? നിങ്ങൾ നോക്ക്, ഈ പാട്ടിൽ നിങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണ്, CM മടവൂരാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടകരമായ ദുരന്തപൂർണമായ ഒരു വിശ്വാസ ജീർണതയിലേക്കാണ് ഇവരെത്തിയിരിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ, അവന്റെ അടിമക്ക് അള്ളാഹു പോരെ? പടച്ചോന്റെ ചോദ്യമാണ്. എടോ നിനക്ക് ഞാൻ പോരെ എന്ന് റബ്ബ് ചോദിക്കുമ്പോ ഇവിടുന്ന് പറയാണ്, പടച്ചോനെ നീ ഞങ്ങളുടെ പടച്ചോനെ തന്നെ, ഞങ്ങളുടെ പടച്ചോൻ CM അടവൂരാണെന്നാണ്. ഏത് പാമരനും എത്ര അറിവില്ലാത്ത മനുഷ്യനും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിക്കുമ്പോൾ വിളിക്കും എൻ്റെ പടച്ചോനെ എന്ന്. വിളിക്കുമ്പോൾ എത്ര വിവരം കെട്ട മനുഷ്യനാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഏതാണ് ആ പടച്ചോൻ? എനിക്ക് തിന്നാൻ തരുന്ന, എനിക്ക് കണ്ണും കാതും കൽബും കാലും കയ്യും നൽകിയ എൻ്റെ റബ്ബാണെന്നുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവരതിനു പോലും കണക്ക് കത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്ന നിഷ്പക്ഷരായ, അതുപോലെ തന്നെ കുറച്ചെങ്കിലും അള്ളാഹു തന്ന ചിന്താശേഷിയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും നിങ്ങൾ മൗനം പാലിച്ചാൽ നാളെ മുസ്ലിം പള്ളികളിൽ, ഉമ്മത്തിന്റെ പള്ളിക്കുള്ളിൽ ബിംബങ്ങൾ കയറ്റിക്കൊണ്ടുവരാൻ ഇവർ മടിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ.